നിങ്ങളുടെ ഉയർച്ചകളിൽ കൂടെ നിൽക്കുന്നത് പോലെ നിങ്ങളുടെ താഴ്ചകളിലും കൂടെ നിൽക്കുന്നവരെ മാത്രം കൂടെ കൂട്ടുക. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വിശ്വാസമാണെങ്കിൽ മറ്റുള്ളവർക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല. നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് മോശമായി മാത്രം സംസാരിക്കുന്ന ആളുകളുമായി അത് ചർച്ച ചെയ്യാതിരിക്കുക. നിങ്ങൾ തെറ്റുകാരനല്ലാത്ത കാലത്തോളം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്താൽ കഴിയുന്നതും അത് പാലിക്കുവാൻ ശ്രമിക്കുക. കാരണം വിശ്വാസം നേടിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗം പറഞ്ഞ വാക്ക് പാലിക്കുക എന്നതാണ്. പലരുടെയും പുറമേക്ക് മോടിയുണ്ടെന്ന് കരുതി മനസ്സിന് മോടിയുണ്ടാകണമെന്നില്ല. ചിലർക്ക് മോടി എന്നത് പുറമേക്കുള്ള അലങ്കാരം മാത്രമാണ്. എപ്പോഴും മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവൻ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഉറപ്പില്ലാത്തവൻ ആകുന്നു. നിങ്ങളെ ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് വേണ്ടി കരയുകയോ സമയം പാഴാക്കുകയോ ചെയ്യരുത്. നിങ്ങൾ പരിശ്രമിച്ചിട്ട് തോറ്റാൽ അത് നിങ്ങളുടെ തെറ്റല്ല, മറിച്ച് പരിശ്രമമില്ലാതെ തോറ്റാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. വാഗ്ദാനങ്ങൾ കൊടുത്തു മോഹിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറഞ്ഞ വാക്കിന് വില കൊടുക്കുന്നവർക്കേ കഴിയൂ. നിങ്ങളുടെ രഹസ്യങ്ങളുടെ താക്കോൽ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. ആവശ്യമില്ലാതെ അത് മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്. കാരണം നിങ്ങളോളം നിങ്ങളുടെ നിഴലിനെ മാത്രമേ വിശ്വസിക്കാൻ സാധിക്കൂ. മോശമായത് എന്തും നിങ്ങളിലേക്ക് പെട്ടെന്ന് അടുക്കും. പക്ഷെ നല്ലത് നേടണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. സ്വപ്നങ്ങൾ ചിന്തകളായി മാറുന്നു, ചിന്തകൾ പ്രവൃത്തികളായി അവസാനിക്കുന്നു. അതിനാൽ നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക. ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പുള്ള സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ കാലവും സമയവും പാഴാക്കാതിരിക്കുക. സ്നേഹം അഭിനയിക്കുന്നവർക്ക് പറഞ്ഞ വാക്കിലും ചെയ്യുന്ന പ്രവൃത്തിയിലും ക്ലാരിറ്റി കുറവായിരിക്കും. അവർ ഒന്നിലും അടിയുറച്ചു നിൽക്കില്ല. സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിൽ മാനസികമായ താൽപ്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്ത്രീക്ക് താൻ മാനസികമായി സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഇണയിൽ നിന്നു മാത്രമേ ശാരീരികമായും മാനസികവുമായ പരിപൂർണ ലൈംഗിക സംതൃപ്തി ലഭിക്കുകയുള്ളൂ. ഭയം അമിതമായാൽ അത് നിങ്ങളെ തടവിലാക്കുന്നു, തളർത്തുന്നു, നിരാശപ്പെടുത്തുന്നു, രോഗിയാക്കുന്നു. നന്നായി ഉറങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ അന്യരെപ്പറ്റി ഉള്ളിൽ വിദ്വേഷവുമായി നടക്കുകയില്ല. ജീവിതം എന്ന് പറയുന്നത് മറക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ചിലതൊക്കെ ഓർത്തുവെക്കാൻ കൂടിയുള്ളതാണ്.